വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്ക് മോത്തിലാൽ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചേർത്തല തെക്ക് മോത്തിലാൽ സ്മാരക ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചേർത്തല തെക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അധ്യാപകൻ ബോബിൻ പാല്യത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് എസ് സിനു അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ വി വിനോദ് സ്വാഗതവും ജീജാഭായ് ടീച്ചർ നന്ദിയും പറഞ്ഞു. സിനിമാ താരം CP മനേഷ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തി. സ്കൂൾ അധ്യാപിക മീര ടീച്ചർ, ബാങ്ക് പ്രസിഡന്റ് K രമേശൻ, പഞ്ചായത്ത് അംഗം ബെൻസിലാൽ, CA ബൈജു, ബാങ്ക് സെക്രട്ടറി KV ഷീബ എന്നിവർ സംസാരിച്ചു. ഫ്രൂട്ടുകളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു നല്ല സ്വാദുള്ള ഒരു ഫ്രൂട്ടാണ്, ഒരു നല്ലൊരു ഫലമാണ് മാംഗോസ്റ്റ്. ആ മരത്തിന്റെ ചുവട്ടിലിരുന്നായിരുന്നു അദ്ദേഹം തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ കൃതികൾ രചിച്ചിരുന്നത്. സാധാരണക്കാരുടെ കൂട്ടത്തിൽ ബഷീറിന്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കഥാപാത്രം നിങ്ങൾക്കറിയാമോ? ബഷീറിന്റെ ഏതെങ്കിലും കഥാപാത്രം, ഒരു കഥാപാത്രത്തിന്റെ പേര് പറയാമോ? പാത്തുമ്മ അല്ലേ? അല്ലേ? അപ്പൊ എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നത്തെ പത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ കാണാൻ പറ്റും. മിക്ക സ്കൂളുകളിലും കുട്ടികളെല്ലാവരും പാത്തുമ്മയുടെ വേഷത്തിൽ വരുന്നു അല്ലേ? അവര് ആടിനെ കൊണ്ടുവരുന്നു. ആടിനെ വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന അത്ഭുതമൊക്കെ കാണുന്നു. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബഷീർ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ നമ്മൾക്ക് മനസ്സിലാക്കി തരാനും അദ്ദേഹം ആരായിരുന്നു എന്നതിനെ കുറിച്ച് കുട്ടികളായി നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മലയാളം കണ്ട ഏറ്റവും എളിമയുള്ള എഴുത്തുകാരനായിരുന്നു ബഷീർ. സാധാരണക്കാരെ പോലെ ചിന്തിക്കുകയും സാധാരണക്കാര് ചിന്തിക്കുന്നത് പോലെ എഴുതുകയും ചെയ്യുന്ന ഒരു നോവലിസ്റ്റ് ആയിരുന്നു, കഥാകൃത്തായിരുന്നു ബഷീർ. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ ജീവിതം, മലബാറിന്റെ ജീവിതം ഒരു പ്രത്യേക മതസ്ഥരുടെ ജീവിതം എന്ന രീതിയിൽ കാണിക്കാതെ തൻ്റെതായ കണ്ണിലൂടെ, തൻ്റെതായ കാഴ്ചപ്പാടിലൂടെ അത് വായിച്ചവർക്ക് ആർക്കും അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല അദ്ദേഹം എഴുതിയത് ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചാണ്. പക്ഷേ ആ കാലഘട്ടത്തെ ജീവിതത്തെക്കുറിച്ചും ആ കാലഘട്ടത്തെ ജീവിത സംസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് നന്നായി പറഞ്ഞു തരുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും. അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം കടന്നുപോയ ആ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടമായിരുന്നു, നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ച് അദ്ദേഹം നല്ലൊരു കഥ എഴുതിയിട്ടുണ്ട് അല്ലേ? അതൊരു സിനിമയായിട്ടുണ്ട്. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?